ആക്ച്വലി ഞാൻ മാമിൻ്റെ IPS ആ ഒരു ജേർണിയിലൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയി നോക്കിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ബിക്കോസ് ഒരു സ്ത്രീ IPS ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറുടെ യൂണിഫോം ഒക്കെ ഇട്ട് ഭയങ്കര ഗമയിൽ നടന്നു വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഗൂസ് ബംസ് കേൾക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. തീർച്ചയായിട്ടും നല്ല ഗമ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു സമയത്ത് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നോ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്നുള്ളത്? ഇല്ല മോളെ, വിചാരിച്ചിരുന്നതേ ഇല്ല. അതിനുശേഷം അല്ല, അതിന് മുമ്പും. കാരണം എനിക്ക് ഈ ഒരു പബ്ലിക് സർവൻറ്റ്, ഒരു പൊതു സേവിക എന്നുള്ള നിലയിൽ പോലീസിന്റെ ഒരു ടാസ്ക് എനിക്ക് ദൈവം കൊണ്ട് തന്നതാണ്. ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന IAS ഓഫീസർ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എൻ്റെ 7 മാർക്കിന്റെ കുറവ് കൊണ്ടാണ് IPS ആയത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായിട്ട് വരാനും പറ്റിയത്. അതെന്തൊരു ഭാഗ്യമല്ലേ? ആ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ കരഞ്ഞു. പക്ഷെ എന്നാലും ആലോചിക്കുക, IAS ഓഫീസർ ആയിരുന്നെങ്കിൽ അസംഖ്യം സ്ത്രീകളിൽ ഒരാളായി. അത് ഇവിടെ ഒന്നും നിൽക്കാനും പറ്റത്തില്ല, വേറെ ഏതോ കാഡറിൽ പോയേനെ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു കഷ്ടപ്പാട് നമുക്കത് ആ സമയത്ത് ഭയങ്കര വിഷമം തോന്നുമെങ്കിൽ നല്ലതിനാണെന്ന് വരുന്നത് ഈ ഒരു സംഭവമൊക്കെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലായില്ല.